നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ഒരേ സമയം 16,000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കി ദേവസ്വം ബോർഡ്. നിലയ്ക്കലിൽ 8,000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്ഥലത്ത് ഇപ്പോൾ 2,500 വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നിലയ്ക്കലിലെ പാർക്കിംഗ് പൂർണ്ണമായും ഫാസ്ടാഗ് സംവിധാനം ഉപയോഗിച്ചായിരിക്കും. കാപട്യങ്ങളുടെ പാർട്ടിയാണ് CPM എന്ന് VD സതീശൻ. പാർട്ടി തോക്കുമെന്ന് പിണറായി വിജയന് അറിയാം, അതുകൊണ്ടാണ് പേരിന് വന്ന് പ്രചാരണം നടത്തിയത്. ചേലക്കരയിൽ UDF 5,000 വോട്ടിന് ജയിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. ഹിന്ദു ദേവാലയങ്ങൾ ആക്രമിക്കുമെന്ന് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപന്ത് സിംഗ്. ഈ മാസം 16, 17 തീയതികളിൽ രാമക്ഷേത്രം ആക്രമിക്കപ്പെടുമെന്നും ഖലിസ്ഥാൻ നേതാവ് വ്യക്തമാക്കി. മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സമരസമിതി. ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷയുണ്ടെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ. പോലീസിനും സർക്കാരിനുമെതിരെ നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ. പരാതിയിൽ ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. താൻ സിനിമയിലെ ശക്തനായ വ്യക്തിയല്ല, തനിക്കെതിരെ മാധ്യമ വിചാരണയ്ക്ക് പോലീസ് അവസരമൊരുക്കുകയാണെന്നും സിദ്ദിഖ്. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ 2ാം അച്ഛന് വധശിക്ഷ. തമിഴ്നാട് രാജപാളയം സ്വദേശി അലക്സ് പാണ്ഡ്യനെയാണ് കോടതി ശിക്ഷിച്ചത്. ക്രൂരമായ പീഡനത്തിനും മർദ്ദനത്തിനും ഒടുവിലാണ് 5 വയസ്സുകാരി കൊല്ലപ്പെട്ടത്. പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. PP ദിവ്യ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടക്കം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയങ്ങളിൽ ഹാജരാകണമെന്ന് ജാമ്യ വ്യവസ്ഥയിൽ കോടതി പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് PP ദിവ്യ സ്റ്റേഷനിൽ എത്തിയത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ദിവ്യ ഹാജരായത്. ടൂറിസം വികസനത്തിന് കരുത്തേകാൻ ജലവിമാനം പറന്നുയർന്നു. സീപ്ലെയിനിന്റെ പരീക്ഷണ പറക്കലാണ് ഇന്ന് നടന്നത്. ബോൾഗാട്ടിയിൽ നിന്ന് പറന്നുയർന്ന് മാട്ടുപ്പെട്ടി ഡാമിൽ ലാൻഡ് ചെയ്തു. സീപ്ലെയിൻ പദ്ധതിയിൽ ആശങ്ക അറിയിച്ച് വനംവകുപ്പ്. മലയാളികളെ അധിക്ഷേപിച്ച് എഴുത്തുകാരൻ B. ജയകുമാർ. മലയാളി എഴുത്തുകാർ മദ്യപിച്ച് തമിഴ്നാട് കാടുകളിൽ ബിയർ കുപ്പികൾ വലിച്ചെറിയുന്നവരാണെന്ന് ജയകുമാർ. മിഠായി വാങ്ങാൻ പേഴ്സിൽ നിന്ന് പണം എടുത്തതിന്റെ പേരിൽ 4 വയസ്സുകാരന്റെ കാലിൽ അമ്മ സ്പൂൺ ചൂടാക്കി വെച്ചു. വലതുകാലിൽ ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞ് ഇപ്പോൾ ചികിത്സയിലാണ്.